എൻ്റെ ഈ അനുഭവം തുടങ്ങുന്നത് ബംഗളൂരുവിലെ ഒരു ചെറിയ ഫ്ലാറ്റിൽ നിന്നാണ്. അതിന് കാരണമായത് ഞങ്ങൾക്ക് കർണാടകയിലെ മഹാലിംഗപൂർ എന്ന സ്ഥലത്തെ ഒരു ബംഗ്ലാവിനെക്കുറിച്ച് ലഭിച്ച ഒരു അജ്ഞാത ഇമെയിലായിരുന്നു. അതിൽ ഒരു ലൊക്കേഷൻ മാപ്പും 1980കളിൽ അവിടെ നടന്ന ഒരു കൂട്ടക്കൊലയെക്കുറിച്ചുള്ള പത്രവാർത്തയുടെ കട്ടിങ്ങും ഉണ്ടായിരുന്നു. ദി അൺസോൾവ്ഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ അണിയറ പ്രവർത്തകരായിരുന്നു ഞങ്ങൾ 4 സുഹൃത്തുക്കൾ. രാഹുലായിരുന്നു ഞങ്ങളുടെ ലീഡർ, ആനന്ദ് ക്യാമറ, വിനയ് സൗണ്ട് എഞ്ചിനീയർ, മീര റിസർച്ചർ. എൻ്റെ പേര് ആനന്ദ്. ഒരു പ്രൊഫഷണൽ വൈൽഡ് ലൈഫ് ക്യാമറമാൻ ആകണമെന്നായിരുന്നു എൻ്റെ മോഹം. പക്ഷേ ഇന്ന് ഇരുട്ടിന് എനിക്ക് ഭയമാണ്. എൻ്റെ ക്യാമറ ലെൻസിലൂടെ ഞാൻ കണ്ടത് എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച കുറേ കാഴ്ചകളായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിരിക്കാവുന്ന ആ 30 സെക്കൻഡ് ക്ലിപ്പ് അത് വെറും ഒരു തുടക്കം മാത്രമായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു കർണാടകയിലെ മഹാലിംഗപൂർ എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടത്. രാഹുൽ, വിനയ്, മീര, പിന്നെ ഞാനും. രാഹുലിൻ്റെ ദ പാരാനോർമൽ ഫയൽസ് എന്ന ചാനലിലേക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രൊജക്റ്റായിരുന്നു അത്. ഞങ്ങൾ മാസങ്ങളോളം പ്ലാൻ ചെയ്തു. ആ ബംഗ്ലാവിനെക്കുറിച്ച് കിട്ടിയ പഴയ പത്രവാർത്തകൾ, അവിടെ മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ വരെ മീര ശേഖരിച്ചിരുന്നു. ഞങ്ങൾ പോയത് ഒരു സാഹസികതയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ചെന്നുപെട്ടത് നരകത്തിൻ്റെ വാതിലിലായിരുന്നു. ആ ബംഗ്ലാവിനെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതുമെല്ലാം വളരെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാരണക്കാരായ വിനോദസഞ്ചാരികളെപ്പോലെയല്ല പോയത്. ഒരു നാട് മുഴുവൻ ഭയപ്പെടുന്ന ഒരു പ്രേത ബംഗ്ലാവിലേക്ക് കയറാൻ പോകുന്നതിനാൽ ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ എടുത്തിരുന്നു. ഞാൻ യാത്രയ്ക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ വന്നു. കുടുംബക്ഷേത്രത്തിൽ പോയി. ഞങ്ങളുടെ തന്ത്രിയുടെ അടുത്ത് പോയി യാത്രയുടെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു ഏലശ്രീ പൂജിച്ചു തന്നു. എന്നിട്ട് അമ്പലത്തിൽ വെച്ച് തന്നെ അത് കയ്യിലണിയുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടെയുള്ളവർക്കും കിട്ടുവാൻ ഓരോ ചരട് വീതം അദ്ദേഹം പൂജിച്ചു തന്നു. എന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അത്ര വിശ്വാസമില്ലായിരുന്നതിനാലായിരിക്കാം അവർ അത് ധരിച്ചില്ല. ഇതുകൂടാതെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. യാത്രയുടെ വിവരങ്ങൾ ഒപ്പിയെടുക്കുവാനായി രാത്രിയും പകൽ പോലെ ദൃശ്യങ്ങൾ നൽകുന്ന ലക്ഷങ്ങൾ വിലയുള്ള ഇൻഫ്രാറെഡ് ക്യാമറ, തെർമൽ സ്കാനറുകൾ, ആത്മാക്കളുടെ ശബ്ദങ്ങൾ പിടിച്ചെടുക്കുവാൻ ശേഷിയുള്ള ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന റെക്കോർഡറുകൾ, അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. മാധ്യമങ്ങളിൽ ഞങ്ങളുടെ അനുഭവം ചർച്ച ചെയ്യപ്പെടുവാൻ കാരണം ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുമ്പ് ചെയ്ത ഒരു ട്വീറ്റാണ്. ഗോയിങ് ടു ഓപ്പൺ ദി ഗേറ്റ് ഓഫ് മഹാലിംഗപൂർ ബംഗ്ലാവ്. ഇഫ് യു ഡോണ്ട് റിട്ടേൺ ചെക്ക് ദി SD കാർഡ്സ്. ഇതായിരുന്നു ആ ട്വീറ്റ്. നാട്ടുകാർ ഞങ്ങളെ തടയാൻ ശ്രമിച്ചിരുന്നു. അവിടുത്തെ ചായക്കടക്കാരനായൊരു ചേട്ടൻ പറഞ്ഞത് ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നു. മക്കളെ, അവിടെ മനുഷ്യരല്ല താമസിക്കുന്നത്, മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച പഴയൊരു പിശാചാണ്. പക്ഷേ ഞങ്ങളത് തിരിച്ചു തള്ളി. കാരണം ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മളെ ആക്രമിക്കുന്ന പ്രേതമുണ്ടെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? 2009 നവംബർ മാസത്തിലെ ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം 10 മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക്. ഞങ്ങൾ രാത്രി ഏകദേശം ഒരു 10:30 ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി. ബംഗ്ലാവിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ബംഗ്ലാവിൻ്റെ പുറം കാഴ്ചകൾ ക്യാമറയിൽ പകർത്തി. അതിനുശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി ഗേറ്റ് കടന്നു. ഒരല്പനേരം നീങ്ങിയതും വണ്ടി നിന്നു. വിനയാണ് ആദ്യം വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയത്. വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് നോക്കുവാനായിട്ട് ബോണറ്റ് തുറന്ന് ചെക്ക് ചെയ്തു. വിനയുടെ മുഖം മാറുന്നത് അകത്തിരുന്നു കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങളും വണ്ടിയിൽ നിന്നിറങ്ങി. മുന്നിലേക്ക് ചെന്നപ്പോൾ വിനയ് പറഞ്ഞു, വണ്ടിയുടെ ഓയിൽ പുറത്തോട്ട് ലീക്കായിട്ടുണ്ട്, പക്ഷേ അതിന് ചോര പോലെ ഇരിക്കുന്ന നിറം. അത് കേട്ടപ്പോൾ ഞങ്ങളും ഒന്ന് ഭയന്നു. പക്ഷേ വിനയ് പറഞ്ഞു, വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല, ചിലപ്പോൾ കുറേ ദൂരം ഓടിയതുകൊണ്ടായിരിക്കാം. നമുക്ക് വണ്ടി ഇവിടെ ഇടാം, എന്നിട്ട് അകത്തേക്ക് നടക്കാം. ഞങ്ങളവിടെ ആ വണ്ടിയുടെ അരികിൽ നിന്നുകൊണ്ട് തന്നെ ബംഗ്ലാവിനെ ഒന്ന് നോക്കി. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കാട് പിടിച്ച സ്ഥലങ്ങൾക്ക് നടുവിൽ ഒരു ബംഗ്ലാവ്. ബംഗ്ലാവിൻ്റെ പുറത്തു നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങൾ കൂടി ക്യാമറയിൽ പകർത്താമെന്ന് കരുതി ഞാൻ ക്യാമറ ഓപ്പൺ ചെയ്തു. അവിടെ നിന്നുകൊണ്ട് തന്നെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ പ്രകൃതിയുടെ രൂപം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ ഗേറ്റിന് പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന പോലെ ഒരു ചെറുകാറ്റ് പോലും അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇല്ല എന്നെനിക്ക് തോന്നി. ഞങ്ങൾ ആദ്യം നടന്നു നീങ്ങിയത് ആ ബംഗ്ലാവിൻ്റെ മുൻഭാഗത്തേക്കായിരുന്നു. ഞങ്ങളുടെ ഓരോ നീക്കവും ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. ബംഗ്ലാവിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഒരു ഭീമാകാരനായ വാതിൽ.
ഞങ്ങളകത്തേക്ക് കയറി ആ വാതിലിൽ തള്ളി അകത്തേക്ക് കടക്കുവാനായി ശ്രമിച്ചു. എന്നാൽ ആ വാതിൽ ഒരടി പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ പതിയെ വളരെ ശ്രദ്ധാപൂർവം വീടിൻ്റെ പിൻഭാഗത്തേക്ക് നടന്നു. ആ കാട് പിടിച്ച വഴിയിലൂടെ നടന്നപ്പോൾ രാഹുലാണ് ആ നിലവറവാതിൽ കണ്ടുപിടിച്ചത്. സിമൻ്റ് ഇട്ടർപ്പിച്ച ആ വാതിൽ ആരോ ബലമായി തകർക്കാൻ ശ്രമിച്ച പോലെ തോന്നി. ഞങ്ങളെല്ലാവരും കൂടി ആ വാതിൽ തള്ളി തുറന്നു. ആ അറയുടെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ താപനില പെട്ടെന്ന് കുറയുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ക്യാമറയുടെ ഡിസ്പ്ലേയിൽ വിചിത്രമായ ലൈനുകൾ വരാൻ തുടങ്ങി. പെട്ടെന്ന് ഞങ്ങളുടെ പിന്നിൽ ആ വാതിൽ തനിയെ അടഞ്ഞു. ആരോ പുറത്തുനിന്ന് കൂട്ടിയതുപോലെ. ഞങ്ങൾ സർവ്വശക്തിയും എടുത്ത് തള്ളിയിട്ടു അത് അനങ്ങിയില്ല. ഒട്ടും വൈകാതെ തന്നെ ഞങ്ങൾ ടോർച്ച് തെളിയിച്ചു. അവിടെ കണ്ട കാഴ്ച, എൻ്റെ കയ്യിലിരുന്ന ക്യാമറ താഴേക്ക് വീണുപോയി. നിലവറയുടെ തറയിൽ ഒരു വലിയ വൃത്തം, അതിനുള്ളിൽ വിചിത്രമായ ചിഹ്നങ്ങൾ. പച്ചമാംസത്തിൻ്റെ ഗന്ധമായിരുന്നു അവിടെ. ഭിത്തിയിൽ ആധുനിക കാലത്തെ ചില ഫോട്ടോകൾ ഒട്ടിച്ചിരിക്കുന്നു. അതിലൊരെണ്ണം രാഹുലിൻ്റേതുപോലെ തോന്നിക്കുന്ന ഒരു രൂപം. രാഹുൽ നോക്ക്, വിനയ് വിളിച്ചു പോയി. രാഹുലിൻ്റെ ഫോട്ടോയ്ക്ക് മുകളിൽ രക്തം പോലെയുള്ള നിറത്തിലുള്ള വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. മുകളിലേക്ക് നോക്കി ഞങ്ങളെല്ലാവരും മരവിച്ചതുപോലെയായി. സീലിങ്ങിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊരു രൂപം. അത് തലകീഴായി ഞങ്ങളെ നോക്കിച്ചിരിക്കുന്നു. മെലിഞ്ഞുണങ്ങിയ ശരീരം, നീണ്ട നഖങ്ങൾ, കൽക്കരി പോലെ കറുത്ത കണ്ണുകൾ. പെട്ടെന്ന് ആ നിലവറയിലെ മണ്ണിളകി വിറക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇതെല്ലാം കണ്ടു ഭയന്ന് വിനയ് നിലവിളിക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ അവൻ്റെ ചെവിയിലൂടെ രക്തം വരുന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാമറയിലൂടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ മുഖഭാവം മാറുന്നത് ഞാൻ കണ്ടു. അവനേതോ അദൃശ്യശക്തിയുടെ പിടിയിൽ ആയ പോലെ അവൻ്റെ വായ തുറന്നപ്പോൾ അതിനുള്ളിൽ നിന്ന് നൂറുകണക്കിന് ഈച്ചകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അവൻ മനുഷ്യൻ്റേതല്ലാത്ത സ്വരത്തിൽ അലറി വിളിച്ചു, നീ തിരഞ്ഞു വന്നതല്ലേ എന്നെ? ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ ലൈവ് സ്ട്രീമിങ്ങിലായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അത് കാണുന്നുണ്ടായിരുന്നു. കാണുന്നവരെല്ലാം ഒരേ കാര്യം തന്നെ ഞങ്ങളുടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തു, നിങ്ങളുടെ പിന്നിൽ നോക്കൂ. ഇതെല്ലാം കണ്ട് ഭയന്ന് വിറച്ചുപോയി ഞാൻ പതുക്കെ തിരിഞ്ഞു. എൻ്റെ തൊട്ട് പിന്നിൽ, എൻ്റെ ശ്വാസം തട്ടുന്ന ദൂരത്തിൽ ആ രൂപം നിന്നിരിക്കുന്നു. അതിൻ്റെ മുഖമില്ലാത്ത തലയിൽ നിന്ന് ഒരുതരം നിരാവി ഉയരുന്നു. പേടിച്ചു വിറച്ചുകൊണ്ട് ആ രൂപത്തിലേക്ക് നോക്കി നിന്ന് ഞാൻ എൻ്റെ തോളിലേക്ക് അതിൻ്റെ കൈകൾ വന്ന് പതിച്ചു. അതിൻ്റെ തോളിൽ തൊട്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് പൊള്ളുന്ന ചൂടല്ല, മറിച്ച് മരയിപ്പിക്കുന്ന തണുപ്പായിരുന്നു. ഭയന്ന് വിറച്ചുപോയി ഞാൻ ഒരു നിമിഷങ്ങൾക്ക് ശേഷം എൻ്റെ ഏലസ് കെട്ടിയിരുന്ന കൈകൾ കൊണ്ട് തന്നെ ആ രൂപത്തിനെ തട്ടിമാറ്റി. പക്ഷേ ഞാൻ പുറകോട്ട് മറിഞ്ഞു വീണു. അവിടെ നിന്നും ഞാൻ നിലത്തുകൂടി തന്നെ ഇഴഞ്ഞ് ആ ഭിത്തിയുടെ മൂലയിലേക്ക് നീങ്ങി. ആ പേടിയുടെ ആഘാതത്തിൽ ശരീരം തളർന്നുപോയി ഞാൻ അവിടെ തന്നെ കിടന്നു. എങ്കിലും ആ ഇരുട്ടിൽ ഞാൻ എൻ്റെ ക്യാമറയുടെ സഹായത്തോടു കൂടി എൻ്റെ കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആ മുറിയുടെ ഒരു മൂലയിൽ നിന്ന് മേരിയുടെ ശബ്ദം. അവളെന്തോ മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഞാൻ ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് എൻ്റെ ക്യാമറ തിരിച്ചു. ആ ക്യാമറയുടെ സീനിൽ ഞാൻ കണ്ട കാഴ്ച എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ മരവിപ്പിച്ചു കളഞ്ഞു. മീര ആ മുറിയുടെ കോണിലായി നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ വെളുത്ത നിറം, മുഖത്ത് ഒരു ഭ്രാന്തിയുടെ എന്ന പോലെ തന്നെ മുഖം മുഴുവൻ നഖങ്ങൾ കൊണ്ട് കീറിപ്പറിച്ചു വെച്ചിരിക്കുന്നു. വികൃതമായിരിക്കുന്ന അവളുടെ തല കുറച്ച് മുകളിലേക്ക് പൊക്കി പിടിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ ശ്ലോകങ്ങൾ ചൊല്ലുന്നു. അത് ഞങ്ങളുടെ മീര ആയിരുന്നില്ല. അവളുടെ ശബ്ദം ഒരു വൃദ്ധൻ്റെയും കൂടി ചേർന്ന ഒരു ഭയാനകമായ ശബ്ദം. പെട്ടെന്നൊരു ഞെരുക്കത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ ക്യാമറ ആ കിടന്ന സ്ഥലത്ത് തന്നെ കിടന്നുകൊണ്ട് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചലിപ്പിച്ചു. അപ്പോൾ ഞാൻ കാണുന്നത് വിനയിനെയാണ്. വിനയ് അവിടെ വായുവിൽ ഉയർന്നു നിൽക്കുന്നു. അവൻ്റെ ശരീരം പകുതിയായി മടങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ എല്ലുകൾ ഒടിയുന്ന ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാമായിരുന്നു. അവനെ നിലവിളിക്കുവാൻ പോലും കഴിഞ്ഞില്ല. ആ രൂപം അവൻ്റെ വായ്ക്കുള്ളിലേക്ക് അതിൻ്റെ നീളമുള്ള വിരലുകൾ കടത്തി. ക്യാമറയുമായി എഴുന്നേറ്റ് ഓടാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ കാലുകൾ ഉറക്കുന്നില്ല. എണീക്കുവാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. രാഹുൽ എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇരുട്ടിൽ നിന്ന് മേരിയുടെ ഭ്രാന്തമായ ചിരികൾ കേൾക്കാം. എൻ്റെ ക്യാമറ അപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. രാഹുലിനെ എത്ര നോക്കിയിട്ടും എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ ആ ക്യാമറയിലൂടെ നോക്കിയിരിക്കുമ്പോൾ തന്നെ വിനയ് ഉയർന്നു നിന്ന സ്ഥലത്തു നിന്നും ആരോ ശക്തിയായി അടിച്ചതുപോലെ
ഭിത്തിയുടെ ഒരു ഭാഗത്തേക്ക് പോയി ഇടിച്ചവൻ വീണു. അവൻ്റെ എല്ലുകളൊടിഞ്ഞ ശബ്ദം എനിക്കിപ്പോഴും എൻ്റെ ചെവിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. വിനയ് അവിടെ ചെന്ന് വീണതും മീരയുടെ അലറിയുള്ള കരച്ചിലാണ് ഞാൻ പിന്നെ കേൾക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഒരടി കിട്ടിയതുപോലെ എൻ്റെ ബോധവും പോയി. എന്തോ പുണ്യം കൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആ നിലവറയുടെ വാതിൽ അവിടുത്തെ നാട്ടുകാരും പോലീസുകാരും കൂടി തകർത്തു. നാട്ടുകാരും പോലീസുകാരും വരുമ്പോൾ ഞാൻ മാത്രം അവിടെ ബോധരഹിതനായി കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിനയിനെയും മീരയെയും രാഹുലിനെയും ഇന്നും കണ്ടെത്താനായിട്ടില്ല. അവർ ഇന്നും കാണാത്തവരുടെ പട്ടികയിലാണ്. ബോധം വന്നപ്പോൾ ഞാൻ ആശുപത്രി കിടക്കയിലായിരുന്നു. എൻ്റെ അടുത്തെൻ്റെ വീട്ടുകാരും. പോലീസ് കേസെടുത്തു. പക്ഷേ അവർ ഇങ്ങനെയായിരുന്നില്ല കേസ് ഫയലിൽ എഴുതിയത്. ബംഗ്ലാവിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേരെ കാണാതായി എന്ന് FIR എഴുതി. പക്ഷേ ഈ കഥകൾ ആ നാട്ടിലുള്ളവർക്കും പോലീസുകാർക്കും അറിയാം. അതിൻ്റെ തെളിവായി അവർക്ക് എൻ്റെ വീഡിയോ ക്യാമറയിലെ ദൃശ്യങ്ങൾ തന്നെ ധാരാളമായിരുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ക്യാമറയിലെ വീഡിയോസ് പരിശോധിച്ചു. അതിലുണ്ടായിരുന്ന ദൃശ്യങ്ങൾ ഇന്നും അവർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. റെഡിറ്റിലും ട്വിറ്ററിലും ഇപ്പോഴും ഈ ബംഗ്ലാവിനെക്കുറിച്ചുള്ള ലീക്ഡ് ഫൂട്ടേജസ് എന്ന പേരിൽ ഞാൻ ഷൂട്ട് ചെയ്ത എൻ്റെ ചില ക്ലിപ്പുകൾ പ്രചരിക്കുന്നുണ്ട്. ഇന്നും ആ ബംഗ്ലാവ് അവിടെയുണ്ട്. അതിനടുത്ത് പോകുന്ന ആളുകൾക്ക് മൊബൈലിൽ റേഞ്ച് ലഭിക്കില്ല. കൂടാതെ അവിടെ പോകുന്ന ആളുകളുടെ മൊബൈലിലേക്ക് തനിയെ ചില ഭയപ്പെടുത്തുന്ന വോയിസ് മെസ്സേജുകൾ വരാറുണ്ടെന്ന് വിനോദസഞ്ചാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ മുറിയുടെ ജനലുകളിൽ ആരോ നഖം കൊണ്ട് പോർന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ആ നിലവറയിൽ അകപ്പെട്ടുപോയ എൻ്റെ കൂട്ടുകാർക്കൊപ്പം തന്നെയാണ് ഞാനും എന്നതാണ് പരമമായ സത്യം. വീണ്ടും ആരോ എന്നോട് അവിടേക്ക് ചെല്ലുവാൻ വിളിക്കുന്നത് പോലെ. എൻ്റെ അനുഭവം നിങ്ങൾക്ക് വിശ്വസിക്കാതെ ഇരിക്കാം. എങ്കിലും പറയാം, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന എല്ലാ പോസ്റ്റുകളും സത്യമാകണമെന്നില്ല. എങ്കിലും ചിലതൊക്കെ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത പോലുള്ള സത്യങ്ങളാണ്. വാർത്തകളിൽ കേൾക്കുന്ന ചില അമാനുഷിക സംഭവങ്ങൾ സത്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന് താഴെ മറ്റൊരു ലോകമുണ്ട്. അവിടെ വിശന്ന് കാത്തിരിക്കുന്ന ചില രൂപങ്ങളുമുണ്ട്. എൻ്റെ ഈ അനുഭവം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ചില രാത്രികളിൽ നമ്മൾ തനിച്ച് കിടക്കുമ്പോൾ ആ ഇരുട്ടിൽ നമ്മുടെ കൂടെ മറ്റാരെങ്കിലും കിടക്കുന്നത് നമുക്ക് തോന്നാം. അവരുടെ ശ്വാസം നമ്മുടെ ദേഹത്തടിക്കുന്നത് പോലെയും നമുക്ക് തോന്നാം. എങ്കിലത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൂടെ കൂടിയ ഒരു അജ്ഞാത ശക്തിയുടേതാവാം.